കരിമ്പ പനയമ്പാടത്ത് സ്കൂൾ വിട്ടുപോകുകയായിരുന്ന കുട്ടികളുടെ മേൽ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ വൻ അപകടം. 4 കുട്ടികൾക്ക് ഗുരുതര പരിക്ക്. കരിമ്പ പനയമ്പാടത്ത് നിയന്ത്രണം വിട്ട ലോറി വിദ്യാർത്ഥികൾക്കുമേൽ മറിഞ്ഞ 4 വിദ്യാർത്ഥിനികൾ മരിച്ചു. കരിമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് മരിച്ചത്. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് എതിർദിശയിൽ നിന്നും നിയന്ത്രണം തെറ്റിയെത്തിയ ലോറി കീഴ്മേൽ മറിയുകയായിരുന്നു. പാലക്കാട് ഭാഗത്തു നിന്നും സിമന്റ് ചാക്കുകളുമായി വരികയായിരുന്ന കൂറ്റൻ ലോറിയാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ 4 JCB-കൾ ഉപയോഗിച്ചാണ് ലോറി ഉയർത്തിയത്. 5 കുട്ടികൾ ഒരുമിച്ചാണ് നടന്നുപോയിരുന്നത്. ഇതിൽ ഒരു വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലോറി ഉയർത്തി ഉടൻ തന്നെ വിദ്യാർത്ഥിനികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 3 വിദ്യാർത്ഥിനികളുടെ മൃതദേഹം തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലും ഒരു പെൺകുട്ടിയുടെ മൃതദേഹം മണ്ണാർക്കാട് വട്ടമ്പലം മദർ ആശുപത്രിയിലുമാണുള്ളത്. പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ ഇതുമൂലം മണിക്കൂറുകളോളം ഗതാഗതം മുടങ്ങി. സ്ഥിരം അപകട മേഖലയാണ് ഈ പ്രദേശം. ഗതാഗതം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിനിടെ നാട്ടുകാർ തടിച്ചുകൂടി സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ്. മരിച്ച 4 കുട്ടികൾ ഇർഫാന, മിത, റിദ, ആയിഷ എന്നീ വിദ്യാർത്ഥിനികളാണ്. വിദ്യാർത്ഥിനികളെല്ലാം അപകടം നടന്ന സ്ഥലത്തിന് സമീപത്ത് താമസിക്കുന്നവരാണ്. നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നും നെല്ല് സംഭരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ഉപവസിച്ചു. ഉപവാസ സമരം കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നെൽകർഷകർ ദുരിതത്തിനുമേൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് ഇരട്ടടിയായെന്നും അദ്ദേഹം പറഞ്ഞു. സബ്സിഡി ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇനി കൂടുതൽ ദുരിതങ്ങളിലേക്ക് കർഷകൻ ചെല്ലുകയാണ്. കാരണം ഏറ്റവും വലിയ കർഷക പ്രമാണി എന്ന് പറയുന്ന ആളാണ് നമ്മുടെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി. ഈ ജില്ലക്കാരനാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ നല്ലൊരു കൃഷിക്കാരനാണ് ആദ്യം പറയുന്നത്. പക്ഷെ അദ്ദേഹം കൃഷിക്ക് കൊടുത്തൊരു സംഭാവനയാണ് കഴിഞ്ഞ ദിവസം ഒരു യൂണിറ്റിന് 16 പൈസ. 16 പൈസ കൂട്ടുമ്പോൾ അത് കർഷകനെ ബാധിക്കില്ലേ? മോട്ടറടിക്കാനൊക്കെ എന്തി, മോട്ടറടിക്കാൻ വൈദ്യുതി വേണം, അതുപോലെ തന്നെ നനയ്ക്കാൻ വെള്ളവും വേണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വാട്ടർ അതോറിറ്റി സ്വകാര്യവൽക്കരിക്കാൻ പോവാം. ADB ആയിട്ട് ചർച്ച നടത്തും. കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ ഒക്കെ ADB-യുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാൻ പോകും. വെള്ളത്തിനും തീവല, വൈദ്യുതിക്കും തീവല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മാത്രമല്ല, മന്ത്രി ഒരു പുതിയ പ്രഖ്യാപനം കൂടെ ഇതിൻ്റെ കൂടെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഇപ്പോഴും 16 പൈസ കൂട്ടുന്നു, ഏപ്രിൽ മാസത്തിൽ 12 പൈസ കൂടെ കൂട്ടാൻ പോകും. അതായത് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ സമരങ്ങളും ഇപ്പോൾ പുറത്തെടുക്കണ്ട, ബാക്കി സമരം ചെയ്യാൻ ഏപ്രിലും കൂടെ സമയം കരുതിക്കൊണ്ട് വേണം സമരം ആവിഷ്കരിക്കാമെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ കണ്ടുപിടുത്തം. കേന്ദ്രം താങ്ങുവില വർദ്ധിപ്പിച്ചെങ്കിലും അതെങ്ങനെ നൽകാതിരിക്കാം എന്നതിനെക്കുറിച്ച് പഠനം നടത്തുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് മുരളീധരൻ പരിഹസിച്ചു. നടക്കാത്ത പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കാൻ സമയമില്ലെന്നും മുരളീധരൻ പറഞ്ഞു. KPCC സംസ്ഥാന നേതാക്കളായ മുത്തലീഫ്, CV ബാലചന്ദ്രൻ, C ചന്ദ്രൻ, ബാലഗോപാൽ, PV രാജേഷ്, സുമേഷ് അച്യുതൻ, D ശിവരാജൻ, ഇക്ബാൽ തുടങ്ങിയവർ ഉപവാസ സമരത്തെ അഭിസംബോധന ചെയ്തു. രാവിലെ 10 മുതൽക്ക് ആരംഭിച്ച ഉപവാസ സമരം വൈകിട്ട് 5 മണി വരെ തുടർന്നു. ഉപവാസം അനുഷ്ഠിച്ച DCC പ്രസിഡന്റ് A തങ്കപ്പന് നാരങ്ങാനീര് നൽകി AP അനിൽകുമാർ ഉപവാസ സമരം അവസാനിപ്പിച്ചു. മാടായി കോളേജ് വിഷയത്തിൽ MK രാഘവൻ MPക്കെതിരെ നടത്തിയ പരസ്യ പ്രതിഷേധം ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പ്രതികരിച്ചു. KPCCയുടെ സബ് കമ്മിറ്റിയിൽ വെച്ചിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി അന്വേഷിച്ച് വേണ്ട നടപടി ചെയ്യും. പക്ഷേ ഒരു MPക്കെതിരായിട്ട് പരസ്യമായി പ്രതികരിച്ചത് ശരിയായില്ല. കാരണം അദ്ദേഹത്തിന്റെ കോലം കത്തിക്കൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരസ്യമായിട്ട് മുദ്രാവാക്യം കൂടിയൊക്കെ ഒഴിവാക്കേണ്ടതായി. പക്ഷേ കേസിന്റെ അതിന്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഒരു ജനപ്രതിനിധിക്കെതിരായിട്ടുള്ള പരസ്യമായിട്ടുള്ള ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു. മറ്റു വിഷയങ്ങൾ KPCCയുടെ സബ് കമ്മിറ്റി അവിടെ ഇന്ന് കണ്ണൂർ ചെല്ലുന്നുണ്ട്. അവർ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് KPCC ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം വലിയ നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും അതുണ്ടായി. കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ കുറച്ചായിട്ട് ഈ നേട്ടങ്ങൾ. അതായത് ഇപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ തന്നെ കഴിഞ്ഞ തവണ 13 സീറ്റ് ജയിച്ച UDF ഇത്തവണ 17 സീറ്റിൽ വിജയിച്ചതിന്റെ കാരണം 1 ഭരണവിരുദ്ധ വികാരം, 2 ഒറ്റക്കെട്ടായിട്ട് പാർട്ടി പ്രവർത്തിച്ചതിന്റെ മെച്ചാണ്.
കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഗുണം ചെയ്യുമെന്നും കേരള ഭരണം പിടിക്കാനാകുമെന്നും മുരളീധരൻ പറഞ്ഞു. പുനർസംഘടന സംബന്ധിച്ച ചർച്ചകളൊന്നും നടക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. KPCC പ്രസിഡന്റിനെ നിലനിർത്തണം എന്ന താൽപര്യമാണ് ഭൂരിഭാഗം പേർക്കുമുള്ളത്. ഈ സർക്കാരിനെ ജനങ്ങൾക്ക് മടുത്തു എന്നതിന്റെ ഉദാഹരണമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും സന്ദീപ് വാര്യരോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച വിഷയത്തിൽ തന്നെ ശാസിച്ചു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. സന്ദീപ് പാർട്ടിയിലേക്ക് എത്തിയത് നിർണായക സമയത്താണ്. അദ്ദേഹത്തിന് നല്ല പരിഗണന നൽകണമെന്നും മുരളീധരൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നും പ്രതിപക്ഷ നേതാവിനെതിരായ ഒരു നീക്കങ്ങളും പാർട്ടിയിൽ ഇല്ലെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂരിലെ റിസോർട്ട് കേന്ദ്രീകരിച്ചുള്ള പുതുവത്സരാഘോഷം ലക്ഷ്യമാക്കി ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിച്ച വില കൂടിയ ലഹരി വസ്തുവായ 200 ഗ്രാം ഗോൾഡൻ മെത്താഫിറ്റമിനുമായി ഒരാൾ അറസ്റ്റിൽ. കോഴിക്കോട് കുന്നമംഗലം മുഴിക്കൽ ചെലവൂർ സ്വദേശി അലോക് 24 അറസ്റ്റിലായത്. കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് പോയ സ്വകാര്യ ബസ്സിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിലാണ് 10 ലക്ഷം രൂപ വിലമതിക്കുന്ന ഗോൾഡൻ മെത്താഫിറ്റമിൻ പിടികൂടിയത്. എക്സൈസ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ അജയ് കുമാറും സംഘവും ടാസ്ക് ഫോഴ്സ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒറ്റപ്പാലം റേഞ്ച് ഇൻസ്പെക്ടർ K പ്രേമാനന്ദകുമാർ, പ്രവന്റ് ഓഫീസർ ഷിജു ദേവകുമാർ, ഉദ്യോഗസ്ഥരായ A അറഫത്ത്, ലൂക്കോസ് എന്നിവരടങ്ങിയ സംഘവും ചേർന്നാണ് വാളയാർ ടോൾ പ്ലാസയിൽ നടത്തിയ വാഹന പരിശോധനയിൽ മെത്താഫിറ്റമിൻ പിടികൂടിയത്. 2024 ഡിസംബർ 9 ആരംഭിച്ച എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് പ്രമാണിച്ച് നമ്മൾ വാഹന പരിശോധനയും മറ്റ് റോഡ് മുഖാന്തരമുള്ള എല്ലാ വ്യാജങ്ങളെക്കുറിച്ചുള്ള പരിശോധനകളും ശക്തമാക്കിയ ഈ അവസരത്തിൽ ഇന്ന് രാവിലെയാണ് നമുക്ക് പാമ്പംകുളം ടോൾ പ്ലാസയുടെ അടുത്ത് വെച്ച് 200 ഗ്രാമോളം മെത്താംഫിറ്റമിനുമായി അലോക് എന്ന യുവാവിനെ പിടികൂടിയത്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവേളയോടനുബന്ധിച്ച് കൂട്ടുകാർക്ക് മറ്റുള്ളവർക്കും വിതരണം ചെയ്ത് ആഘോഷമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് എക്സൈസിന്റെ പിടിയിൽ ചെയ്യാൻ ആയത്. പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ 50 ലക്ഷത്തിലധികം വിലമതിക്കും. വന്യമൃഗാക്രമണം സംരക്ഷണം ആവശ്യപ്പെട്ട് DF ഓഫീസിലേക്ക് ജനകീയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് CPM അകത്തേത്തറ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒലവക്കോട് DF ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ധോണി ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും പുലിയും കാട്ടുപന്നിയും കാട്ടാനകളും ജനങ്ങൾക്ക് തുടർച്ചയായി ഭീതി വിതച്ചതോടെയാണ് നാട്ടുകാർ സംഘടിച്ച് DF ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പ്രഭാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. വനത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ കഴിഞ്ഞുകൂടുന്നുണ്ട്. ഇപ്പൊ അടുത്ത കാലത്തായി നേരത്തെ ആനയുടെ പ്രശ്നമായിരുന്നു, ഇപ്പോൾ പുലിയായി, വീണ്ടും കരടിയായി, ഇതൊക്കെ ചെന്നായിയായി, ഇതൊക്കെ ഇപ്പൊ വല്ലാത്ത രീതിയിൽ മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് വനത്തെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് ചുമതല അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്തൊരു സാഹചര്യം ഉരുത്തിരിയുമ്പോൾ ഇതിനെ നേരിടാൻ ജനങ്ങൾ വിചാരിച്ചാൽ കഴിയില്ലല്ലോ. പിന്നെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് കൊടുക്കേണ്ടതായിട്ട് വരും. അതും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഇതൊക്കെ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് വല്ലാത്ത ഭീതി പരത്തുന്ന രീതിയിൽ വിഷയങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ബാധ്യത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടെന്നും അത് നിർവഹിക്കാൻ അവർക്ക് കഴിയണമെന്നും MLA പറഞ്ഞു. ഇതിനായി ജനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും MLA വാഗ്ദാനം ചെയ്തു. ഉദ്യോഗസ്ഥർ തങ്ങളുടെ ജോലി ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുമെന്നും MLA മുന്നറിയിപ്പ് നൽകി. ഒലവക്കോട് നിന്നും ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് ആളുകൾ അണിചേർന്നു. K ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PA ഗോകുൽദാസ്, CR സജീവ്, VK ജയപ്രകാശ്, TK അച്യുതൻ, ബിനോയ് ചാക്കോ, N മോഹനൻ തുടങ്ങിയ നേതാക്കൾ മാർച്ചിനെ അഭിസംബോധന ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ സയൻസ് ലാം പരമ്പരയുടെ ഫൈനൽ ശനിയാഴ്ച കഞ്ചിക്കോട് IIT-യിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സയൻസ് ലാം എന്ന ഒരു വളരെ സവിശേഷമായ ഒരു പ്രവർത്തനം കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ പ്രോഗ്രാം ഈ വരുന്ന 14-ാം തീയതി പാലക്കാട് IIT ക്യാമ്പസിൽ വെച്ച് നടത്തുകയാണ്. ഇതൊരു ഗവേഷക വിദ്യാർത്ഥികളും ഗവേഷകരും ഇപ്പോൾ ജസ്റ്റ് PhD പാസ്സായിട്ടുള്ള ആൾക്കാരും അവരുടെ ഗവേഷണ വിഷയങ്ങളെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന ഒരു മത്സര ഇനമാണ്.
കേരളത്തിൽ ആദ്യമായാണ് സയൻസ് സ്ലാം സംഘടിപ്പിക്കുന്നത്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ എന്നീ 4 റീജിയനുകളിൽ നിന്നായി 670ഓളം പേർ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും പ്രാഥമിക വിലയിരുത്തലിന് ശേഷം 92 പേരെയാണ് സ്ലാമുകൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും പൊതുജനങ്ങൾ ഉൾപ്പെട്ട ജൂറിയും അക്കാദമിക് വിദഗ്ധരും ചേർന്ന് തിരഞ്ഞെടുത്ത 21 പേരാണ് ഫൈനൽ സ്ലാമിൽ മാറ്റുരയ്ക്കുക. ഫൈനൽ സ്ലാമിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10-ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്നും ഇവർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ദീപക്, ഡോക്ടർ സുരേഷ് വി, സി മുഹമ്മദ് മൂസ, ഗീത ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. പഠന മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠന പ്രോത്സാഹനം നൽകുന്നത് സമൂഹത്തിനോടുള്ള സംഘടനയ്ക്കുള്ള പ്രതിബദ്ധതയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ബുദ്ധിയും അർപ്പണബോധവുമുള്ള വരും തലമുറയെ വാർത്തെടുക്കാൻ ചാർട്ടേഡ് അക്കൌണ്ട്സ് അസോസിയേഷൻ നടത്തുന്ന പ്രതിബദ്ധതയെ MLA അഭിനന്ദിച്ചു. ജില്ലയിൽ നിന്നും CA പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച ജില്ലയിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും ജില്ലയിലെ 13 കോളേജുകളിൽ നിന്നും മികച്ച വിജയം കൈവരിച്ച 24 BCom ബിരുദധാരികൾക്കുമുള്ള സമ്മാനവും ചടങ്ങിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിതരണം ചെയ്തു. ഇന്ന് സ്കോളർഷിപ്പ് അവാർഡൊക്കെ ഏറ്റുവാങ്ങുന്ന ആളുകൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു ചാലഞ്ചാണ്. ആ നാളുകൾ കൊടുക്കാനുള്ള മനസ്സ് എന്നതിനപ്പുറം നിങ്ങൾ നാളുകളിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഇന്നിപ്പോൾ സ്കോളർഷിപ്പ് കിട്ടുന്ന ആളുകൾ നാളെ ഒരാൾക്ക് ഇത് കൊടുക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കുക, അച്ചീവ് ചെയ്യുക, ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുക എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് പ്രസിഡന്റ് പറഞ്ഞത്. ഞാനും അതേ മെസ്സേജ് തന്നെയാണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്തെല്ലാം സംഭവിച്ചാലും നല്ല മനുഷ്യന്മാരാണ് ഉള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുക. ആ ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കട്ടെ ഈ പ്രോത്സാഹനം വളരെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ജില്ലയിലെ ചാർട്ടേഡ് അക്കൌണ്ടന്റ്മാരുടെ വിവരങ്ങൾ അടങ്ങുന്ന ഡയറക്ടറി മുതിർന്ന അംഗം KV വെങ്കിട്ടരാമന് ആദ്യ ഡയറക്ടറി കൈമാറി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. CA അസോസിയേഷൻ പ്രസിഡന്റ് B ജയരാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വിമൽ വേണു ആമുഖ പ്രഭാഷണം നടത്തി. മഹേഷ് വർഗീസ്, സരൻ ചന്ദ്രൻ, CR ഹരീഷ് തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി പ്രവർത്തകർ പാലക്കാട് വൈദ്യുതി ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KSRTC പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് വൈദ്യുതി ഭവന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ കമ്മിറ്റി അംഗം M സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നികുതിയും മറ്റു നികുതികളും കുത്തനെ കൂട്ടിയതും അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്ത കാലത്ത് വൈദ്യുതി നിരക്ക് കൂട്ടിയത് അന്യായവും ജനദ്രോഹകരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റിയാസ് ഖാലിദ്, P ലുക്മാൻ, മണ്ഡലം പ്രസിഡന്റ് M കാജ ഹുസൈൻ, വിമൻസ് ജസ്റ്റിസ് ജില്ലാ കമ്മിറ്റി അംഗം സൗരിയത്ത് സുലൈമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പാലക്കാട് CBSE സ്കൂളുകളുടെ കൂട്ടായ്മയായ സഹോദയ സ്കൂൾ അത്ലറ്റിക് മീറ്റ് വെള്ളി ശനി ദിവസങ്ങളിലായി കല്ലേക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ഡിസ്ട്രിക്ട് സഹോദയ സ്കൂൾ കോംപ്ലക്സ് PDSSയുടെ പ്രോഗ്രാമാണ്. ഇപ്പോൾ 54 സ്കൂളുകളിലായിട്ട് 86 ഐറ്റത്തിൽ ഏകദേശം 2000 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിസംബർ 13, 14 നാളെയും മറ്റന്നാളുമായിട്ടാണ് നടക്കുന്നത്. വെന്യൂ വ്യാസവിദ്യാപീഠം ഗ്രൗണ്ടിൽ തന്നെയാണ്. CBSE സ്കൂളിലെ കുട്ടികൾക്ക് ഓർഗനൈസേഷനാണ് സഹോദയ സ്കൂൾ കോംപ്ലക്സ്. സ്റ്റേറ്റ് സ്കൂളിൽ നമുക്ക് കിട്ടുന്ന അത്രയ്ക്ക് മീൻസ് പരിഗണന സാധാരണ CBSE സ്കൂളിൽ കിട്ടാറില്ല. ഇപ്രാവശ്യം സഹോദയ സ്കൂൾ കോംപ്ലക്സും അതുപോലെ തന്നെ ഈ അടുത്ത 17-ാം തീയതി CBSE ICSE സ്കൂളിലൂടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ജില്ലയിലെ 54 സ്കൂളുകളിൽ നിന്നായി 56 ഇനങ്ങളിലായി 2000ഓളം വിദ്യാർത്ഥികൾ അത്ലറ്റ് മീറ്റിൽ മാറ്റിരിക്കുമെന്ന് അവർ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങൾ അന്തർദേശീയ അത്ലറ്റ് വിഷ്ണുപ്രിയ ഉദ്ഘാടനം ചെയ്യുമെന്നും അവർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ വ്യാസവിദ്യാപീഠം പ്രിൻസിപ്പാൾ A ചെന്താമരാക്ഷൻ, G ബേബി, അനുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. റോട്ടറി ക്ലബ് പാലക്കാട് ഈസ്റ്റിന്റെ യൂണിറ്റി ഫുട്ബോൾ മത്സരം ശനിയാഴ്ച മുതൽ പാലക്കാട് കൊപ്പത്തുള്ള ഹിൽസ് അലീന ഫുട്ബോൾ ടർഫിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണത്തിന്റെ ഭാഗമായി റോട്ടറി ക്ലബ് പാലക്കാട് ഈസ്റ്റ് സംഘടിപ്പിക്കുന്ന യൂണിറ്റി ഫുട്ബോൾ ലീഗ് തുടർച്ചയായിട്ട് ഇത് 3ാമത്തെ വർഷമാണ് നമ്മളിതിവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 28-ാം തീയതി പാലന ഹോസ്പിറ്റലിൽ നമ്മളൊരു ബ്ലഡ് ബാങ്ക് ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ MLAയുടെ സാന്നിധ്യത്തിലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തുടർഭാഗമായിട്ട് ഈ കൊല്ലം ഈ ഫണ്ട് റേസിങ്ങിലൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബ്ലഡ് സ്റ്റോറേജ് സെൻറ്റേഴ്സ് ഒരു 2-3 ചെയ്യുക എന്നുള്ളതാണ് പാലക്കാടിന് ചുറ്റുവട്ടത്ത് ഉള്ള പ്രദേശങ്ങളിൽ. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിൻ്റെ ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഫുട്ബോൾ ലീഗ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്.
തുടർച്ചയായി 3-ാം വർഷമാണ് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സരങ്ങൾ ശനിയാഴ്ച വൈകിട്ട് 3:30 മണിക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്നും സന്തോഷ് ട്രോഫിയിൽ കേരളത്തെ നയിച്ച ആദ്യകാല ഫുട്ബോൾ താരം ഡോക്ടർ രാജഗോപാലിനെ ചടങ്ങിൽ വെച്ച് ആദരിക്കുമെന്നും ഇവർ അറിയിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് പാലക്കാടിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫണ്ട് ധനശേഖരണാർത്ഥമാണ് യൂണിറ്റി ഫുട്ബോൾ സംഘടിപ്പിക്കുന്നതെന്ന് ഇവർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് ഈസ്റ്റ് ഭാരവാഹികളായ ശരത് മേനൻ, ഗോപാലൻ സുകുമാരൻ, KS സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് അംബികാപുരം നവനീത ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവം ഭക്തജന സാന്നിധ്യത്തിൽ നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വേദപാരായണവും നടന്നു. തുടർന്നായിരുന്നു രഥാരോഹണ ചടങ്ങുകൾ നടന്നത്. രഥാരോഹണത്തിന് ശേഷം പാതിവരെ വലിച്ചിട്ട രഥം വൈകിട്ടാണ് പുനർപ്രയാണം നടത്തിയത്. വർഷത്തിലൊരിക്കൽ നടക്കുന്ന രഥോത്സവത്തിൽ പങ്കെടുക്കാൻ വിദൂരദേശങ്ങളിൽ നിന്നുള്ള അഗ്രഹാരവാസികളടക്കം എത്തിയിരുന്നു. വൈകിട്ട് പുഷ്പപ്പല്ലക്കിൽ ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണവും രാവിലെ മഞ്ഞൾ നീരാട്ടം നടന്നു. അഹല്യ സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ സയൻസും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റും സംയുക്തമായി അഹല്യ ക്യാമ്പസിൽ വെച്ച് സൈലക്സ് 2024 എന്ന പേരിൽ ദേശീയ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. അഹല്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ സയൻസസിൽ നമ്മൾ ഓൾറെഡി മെഡിക്കൽ ലാബ് ടെക്നോളജി കോഴ്സ് ചെയ്യുന്നുണ്ട്. BSc ഡിഗ്രി കോഴ്സും ഉണ്ട്, ഡിപ്ലോമ കോഴ്സും ഉണ്ട്. നമുക്കൊരു NABL അക്രഡിറ്റഡ് ലാബിലാണ് ഈ സ്റ്റുഡൻസിന് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ MLT സ്റ്റുഡൻസ് ഓൾ ഓവർ ഇന്ത്യ നാഷണൽ കോൺഫറൻസ് ഒന്ന് നമ്മൾ ഈ മാസം December 14 കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അഹല്യ ക്യാമ്പസിൽ. അപ്പോൾ അഹല്യ സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ സയൻസസും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് മെഡിക്കൽ ലാബ് ടെക്നോളജീസ് ഇവരും ചേർന്ന് നടത്തുന്ന 10th നാഷണൽ കോൺഫറൻസ് ആണ്. അതായത് 23rd സൗത്ത് ഇന്ത്യ ആനുവൽ കോൺഫറൻസ് ആണ് നമ്മുടെ ക്യാമ്പസിൽ നടക്കാൻ പോകുന്നത് December 14. ഇതൊരു വലിയ ഈവൻ്റാണ്. ഓൾറെഡി 3,300 പാർട്ടിസിപ്പൻസ് രജിസ്റ്റേർഡ് ആയിക്കഴിഞ്ഞു. 23ാമത് സൗത്ത് ഇന്ത്യൻ കോൺഫറൻസും 10ാമത് ദേശീയ കോൺഫറൻസുമാണ് സൈലക്സ് 2024 എന്ന പേരിൽ ശനിയാഴ്ച അഹല്യ ക്യാമ്പസിൽ നടക്കുന്നത്. സൈലക്സ് കേരളത്തിൽ നിന്നും പുറത്തുനിന്നുമായി 40ഓളം മെഡിക്കൽ ലബോറട്ടറി പാരാമെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള 3000ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനായി വർക്ക്ഷോപ്പുകളും സെമിനാറുകളും സൈലക്സ് കോൺഫറൻസിൽ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ EPB രജിതൻ, ചീഫ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സുരേഷ് ബാബു, അഹല്യ സ്കൂൾ ഓഫ് പാരാമെഡിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വാഹനാപകടങ്ങൾ കുറയ്ക്കാനും ഇല്ലാതാക്കാനുമുള്ള ഒറ്റമൂലി തുടർച്ചയായുള്ള ബോധവൽക്കരണമാണെന്ന് റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KM അബ്ദു അഭിപ്രായപ്പെട്ടു. വാഹനങ്ങൾ അനുവദനീയമായ രീതിയിൽ ഓടിക്കുന്നതിന് വേണ്ടുന്ന റോഡ് നിയമപരിപാലനം കാര്യക്ഷമമാക്കുകയും നിയമലംഘനങ്ങളെ കർശനമായി നിയന്ത്രിക്കുകയും വേണം. റോഡ് സുരക്ഷാ രംഗത്ത് ക്രിയാത്മകമായ ഇടപെടലുകൾ വീട്ടമ്മമാരിൽ നിന്നുണ്ടായാൽ ഏറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. റോഡ് അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ഓർമ്മ പുതുക്കൽ ദിനാചരണത്തിന്റെ ഭാഗമായി റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം പാലക്കാട് ജില്ലാ കമ്മിറ്റി ETS റെസിഡൻസി ഹാളിൽ സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ സമ്മേളനവും ലഘുലേഖാ പ്രകാശനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റാഫ് ജില്ലാ പ്രസിഡന്റ് TK രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. റാഫ് സംസ്ഥാന സെക്രട്ടറി വിജയൻ കൊളത്തായി മുഖ്യപ്രഭാഷണം നടത്തി. V ആറുമുഖൻ, S മുത്തുകൃഷ്ണൻ, ഷംസാദ് ബീഗം, K നാരായണൻ, B ഇന്ദിരാമ തുടങ്ങിയവർ പ്രസംഗിച്ചു. M രാജഗോപാലൻ സ്വാഗതവും T ഷബ്ന നന്ദിയും പറഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.